ഹായ് ഗൈസ്, നമ്മളിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആണ് എടുക്കുന്നത്. അപ്പോൾ എനിക്ക് എഴുന്നേറ്റപ്പോൾ തൊട്ടുള്ളതൊന്നും എടുക്കാൻ പറ്റിയില്ല. ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല, അപ്പോൾ ചാർജിന് ഇട്ടേക്കായിരുന്നു. ഞാൻ എഴുന്നേറ്റ് ഫ്രഷായി പള്ളിയിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഈ ടൈമിൽ എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയത് കേട്ടോ. നമ്മളെല്ലാവരും കൂടിയാണ് പോകുന്നത്. ഇതെൻ്റെ മൂന്നാമത്തെ ടേക്കാണ് ഗൈസ്. പലരും ഈ വീഡിയോയിൽ പെട്ടുപോയി എന്ന് പറഞ്ഞിട്ട് എന്നെക്കൊണ്ട് മൂന്നാമത്തെ വീണ്ടും ടേക്ക് എടുപ്പിച്ചാണ്. അപ്പോൾ പോകാൻ വേണ്ടി നമ്മളുടെ കസിൻ വരും കേട്ടോ. ഇവിടെ മഴയുണ്ട്. നേരത്തെ നല്ല മഴ ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറച്ച് മഴ പൊടിയുന്നേ ഉള്ളൂ. അപ്പോൾ മഴ കൂടിയപ്പോൾ അവനെ വിളിച്ചതാണ് കേട്ടോ കാറിന് പോകാൻ വേണ്ടിയിട്ട്. നമ്മളുടെ ഇവിടെ ചേട്ടനില്ല, എനിക്ക് കാർ ഓടിക്കാൻ അറിയില്ല. അപ്പോൾ അവനെ വിളിച്ചു. അപ്പോൾ അവൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അവൻ ഫ്രഷ് ആവാനായിട്ടൊക്കെ പോയി കാണാം. അപ്പോൾ അവൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഒരു 6 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. അവൾ മോർണിംഗ് ആണ്. അപ്പം 5:30 എഴുന്നേറ്റ് വന്ന് അതിൻ്റെ ഒരു ക്ഷീണമുണ്ട്. ഇപ്പോൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. പിന്നെ ഇപ്പോൾ എന്തായാലും പോകുമ്പോൾ കാണാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് ഞാൻ അമ്മയുടെ വീട്ടിലാണ്, കാണിച്ചു തരാം. അവിടെ ഒരാളുണ്ട്, അതാണ് നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കടമക്കുടിയിലേക്ക് പോകുന്ന ആ ഒരു റൂട്ടാണ് കേട്ടോ. കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ സ്ഥലം. അപ്പം നമ്മൾ പള്ളിയിലേക്ക് ഇതുവഴിയാണ് പോകുന്നത്. സോ പള്ളിയിലേക്ക് എന്നല്ല, എവിടെ പോകണമെങ്കിലും ഇതുവഴി തന്നെയാണ് കേട്ടോ പോകുന്നത്. പിന്നെ ഇത് ശരിക്കും സൺഡേ എടുത്ത ഒരു വീഡിയോ ആണ്. സാറ്റർഡേ ഭയങ്കര മഴ പെയ്ത് കുറേ നാശനഷ്ടം ഉണ്ടായ ഒരു ദിവസമായിരുന്നു കേട്ടോ. അവിടെയൊക്കെ മരങ്ങളൊക്കെ വീണ് ആകെ പ്രശ്നമായിട്ടുണ്ടായിരുന്നു. പള്ളിയിൽ ചെന്നപ്പോൾ വേറൊരു കോമഡിയല്ല കേട്ടോ, ഒരു ട്രാജഡി എന്ന് വേണമെങ്കിൽ പറയാം. പള്ളിക്ക് തന്നെ സ്കൂളുണ്ട്. സ്കൂളിൻ്റെ മേളിലത്തെ ഷീറ്റൊക്കെ പറന്ന് അപ്പുറത്തെ പറമ്പിൽ പോയിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പള്ളിയിലെത്തി തിരി വാങ്ങാൻ വേണ്ടിയിട്ട് ഇത് അവളെന്നും വാങ്ങുന്ന ചേട്ടനാണ് കേട്ടോ. അതുകൊണ്ട് അവളെ കളിപ്പിക്കുന്ന അവളെ ഭയങ്കര ഇഷ്ടം. ഞാൻ പള്ളിയിലൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി കേട്ടോ ഗൈസ്. വീട്ടിലെത്തി ഇപ്പോൾ വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ ടൈമാവും. ഇന്ന് എനിക്ക് തോന്നുന്നു നമ്മളുടെ എറണാകുളംകാരുടെ മെയിൻ ഐറ്റം ആയിരിക്കും കേട്ടോ. എല്ലാവരും ഉണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷേ പണ്ടൊക്കെ എങ്ങനെയായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞായറാഴ്ച ദിവസങ്ങളിൽ പള്ളിയിലൊക്കെ ഇങ്ങനെ വന്നിട്ട് പുട്ടും ഉപ്പിലേവിച്ച ഇറച്ചിയും കഴിക്കും. ഇതൊരു അടിപൊളി ഫീലാണ്. എനിക്ക് തോന്നുന്നു ഇന്ന് ഇവിടെ പുട്ടും ഉപ്പിലേവിച്ച ഇറച്ചിയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ അതൊക്കെ കഴിക്കണം. അത് കഴിക്കുന്ന ടൈമിൽ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ വന്നിരിക്കുകയാണ് ഇവിടെ. ഇനി കുറച്ച് കഴിയുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് പിന്നെ എന്താ പണിയെന്ന് അറിയില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഇപ്പം നിങ്ങൾ വിചാരിക്കും കേട്ടോ, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നേരത്ത് വരാമെന്ന് പറഞ്ഞിട്ട് എന്താണ് എടുക്കുമെന്നേന്ന്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ടൈമായില്ല കേട്ടോ. അപ്പോൾ വെറുതെ ഇരിക്കുകയായിരുന്നു. ഞാൻ വിചാരിച്ചു കുറച്ച് നേരം ഇവിടെ വന്നൊന്ന് കിടക്കാം, റെസ്റ്റ് എടുക്കാം. ഉറങ്ങാൻ പറ്റില്ല എന്തായാലും. ഇപ്പോൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊക്കെ ആകും. അപ്പോൾ അതുവരെ ഒന്ന് ജസ്റ്റ് റെസ്റ്റ് എടുക്കാം, കിടക്കാം, റീൽസൊക്കെ കണ്ട് കിടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ പുറത്തിറങ്ങിയ കുറച്ച് സാധനങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ കുറേ എന്താ പറയുക സാധനങ്ങളുണ്ട്. ചെടികൾ, പച്ചക്കറികൾ, അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ആൻറ്റി ഇവിടെ ചെയ്യുന്നതാണ് കേട്ടോ. ആൻറ്റിയാണ് ചെടികളെയൊക്കെ പരിപാലിക്കുന്ന ആൾ. അപ്പം ആൻറ്റിയുടെ ഒരു ഗാർഡൻ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഉള്ള സ്ഥലത്ത് കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പം അതൊക്കെ കാണിച്ചു തരാം. കുക്കുംബർ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ, അതൊന്ന് പറിച്ചൂടെ, അത് ഞാൻ കണ്ടില്ല. കാണിച്ചു തരാം. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാനായിട്ട് പുറത്തിറങ്ങിയിട്ട് കാണിക്കാം. അതുവരെ ഞാൻ റെസ്റ്റ് എടുക്കുകയാണേ. ഇതെനിക്കും എൻ്റെ അനിയത്തിക്കും ഈ ഇടയായിട്ട് തുടങ്ങിയ ഒരു ശീലമാണ് കേട്ടോ. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റിട്ട് ഫുഡ് കഴിക്കുന്നതിന് മുന്നേ ആയിട്ട് നെല്ലിക്ക ജ്യൂസ് കുടിക്കും. ഞാൻ ഇടയ്ക്ക് എനിക്ക് മടിയാകുമ്പോൾ വീട്ടിലാണെന്നുണ്ടെങ്കിൽ നെല്ലിക്ക വെറുതെ കഴിക്കാനാണ് കേട്ടോ പതിവ്. ഇതിപ്പം അവിടെ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ക്യൂബ്സായിട്ട്. അപ്പം 2 ക്യൂബ്സ് ഇട്ടാൽ കുറച്ച് ചൂടുവെള്ളം കൂട്ടി കുടിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പം ഈ ക്യൂബ്സ് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നുള്ള റെസിപ്പി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഷോർട്സായിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പം ഇത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ഹെയർ ഫോൾ ഉള്ളവർക്ക്. ഞങ്ങൾക്ക് 2 പേർക്കും ഇപ്പോൾ നന്നായിട്ട് മുടി കൊഴിച്ചിൽ നിന്നിട്ടുണ്ട്. ഈ ഒരു സംഭവം കുടിച്ചതുകൊണ്ട് മാത്രമല്ല, അത്യാവശ്യം ഹെയറും ഇപ്പോൾ കെയർ ചെയ്യുന്നത് കൊണ്ടിട്ടാണ് കേട്ടോ. പക്ഷേ ഇത് നല്ല എഫക്റ്റീവാണ്. പിന്നെ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് കുക്കുംബറാണ് കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ ചിലപ്പോൾ തോന്നില്ല, പക്ഷേ അത് കുക്കുംബറാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സാധാരണ നമ്മൾ വാങ്ങുന്ന കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന കുക്കുംബർ പോലെ തന്നെ ഇരിക്കും കേട്ടോ. അതിനുശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. പുട്ടും ഉപ്പിലേവിച്ച ഇറച്ചിയായിരുന്നു കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അതുകൊണ്ട് നല്ലതായിട്ട് കഴിച്ചു. ഇത് വഴുതനങ്ങയാണ് ഗൈസ്. ഇതിൽ കുറേ വഴുതനങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ മിനിയാന്നൊക്കെ പറിച്ചു. പിന്നെ അവിടെ ഉണ്ട് വഴുതനങ്ങ. പിന്നെ വേറെ എവിടെയോ ഉണ്ട്. ഇത് മുളകാണ് ഗൈസ്. മുളക് ഇല്ല ഇപ്പോൾ. ഇത് ചെറിയ ഇത് ഓറഞ്ചാണ് കേട്ടോ. നാരങ്ങയുടെ അത്രയുള്ള ഓറഞ്ചാണ്. ജ്യൂസ് ഒക്കെ അടിച്ചു കുടിക്കാം.
കുറേ ഉണ്ടായിരുന്നു, ഇപ്പം അത് വീണ്ടും ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ. കണ്ടോ ഇവിടേക്ക് കുറേ ഉണ്ട്, കണ്ടോ ഇത് ഇവിടെ ഒരു വലുതുണ്ട് അത്യാവശ്യം കുറച്ച് ഇച്ചിരിയായത് കാണാൻ പറ്റുമായിരിക്കും. കണ്ടോ കണ്ടോ. പിന്നെ എന്താ മാവ് ഇത് ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഡ്രാഗൺ ഫ്രൂട്ട് അടുത്ത വർഷം ഉണ്ടാകുമായിരിക്കും, ഇത്തവണ ഉണ്ടായിട്ടില്ല, അധികം നാളായിട്ടില്ല വെച്ചിട്ട്. പിന്നെ ഇത് മുറിവുണക്കി അല്ലേ, മുറിവുണക്കി അല്ലേ എന്താണ് ഇത്, മുറിവുണക്കിയാണ് കേട്ടോ. പിന്നെ ഇപ്പുറത്ത് കുമ്മിട്ടിങ്ങുണ്ട് ഗൈസ്, കണ്ട അവിടെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം ഗൈസ്. കാണുന്നുണ്ടോ നിങ്ങളിത്? അവിടെ 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 ഉണ്ട്. പിന്നെ അയ്യോ കണ്ടോ വേറെ എവിടെയാടി ഇത്? പിന്നെ ഏതാണ്? പിന്നെ അവിടെ അതെ, ഇതൊക്കെ കുമ്മിട്ടിങ്ങയുടെ കേട്ടോ, തണ്ണിമത്തൻ്റെ ആണ്. ഇവിടെയൊക്കെ തണ്ണിമത്തനുണ്ട്. ഇല്ല ഇല്ലെന്ന്, ഇത് വേപ്പ്. തണ്ണിമത്തനുണ്ട് കേട്ടോ. ഒരു തവണ വലുതായി, നല്ല മധുരമായിരുന്നു എന്ന് പറഞ്ഞു, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്കത് കഴിക്കാൻ പറ്റിയില്ല ഗൈസ്. ഇത് മുറിവണിക്കാൻ കേട്ടോ, പെട്ടെന്ന് മുറിവൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങും ഇതിട്ടാൽ. ഇത് തക്കാളിയാണ് കേട്ടോ, ഉണ്ടായിട്ടുണ്ട്. ഇതേ കണ്ടോ, കുറച്ച് പറിച്ച് കളഞ്ഞതല്ല പറിച്ചെടുത്തു. കണ്ടോ ഇതിപ്പോൾ ഉണ്ടായി വരുന്നുണ്ട്. പിന്നെ വേറെ കുംബ്ലൂസ് നാരങ്ങ ഗൈസ്, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോട്ടെ കേട്ടോ. ഒരു കുംബ്ലൂസ് നാരങ്ങ പറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് വേറെ 2 എണ്ണം ഇവിടെ ഉണ്ടായി കിടക്കുന്നുണ്ട്, വലുതായി കിടക്കുന്നുണ്ട്. പിന്നെ അപ്പുറത്ത് എവിടെയോ ഒരെണ്ണം കൂടി ഉണ്ട്. അതെ, ഒരെണ്ണം ഇവിടെ, ഒരെണ്ണം ഇവിടെ, 2 എണ്ണം ഇവിടെ കണ്ടോ, ഇത്ര ഉണ്ട് കേട്ടോ. പിന്നെ ഇപ്പുറത്തൊരു മാവുണ്ട്. പിന്നെ അവിടെ കടച്ചക്ക ഉണ്ട്. കടച്ചക്ക എൻ്റെ ഫേവറേറ്റ് സാധനമാണ് കേട്ടോ ഗൈസ്. കഴിഞ്ഞ ദിവസം വന്നിട്ട് എനിക്ക് ഇഷ്ടമായതുകൊണ്ട് കടച്ചക്ക വരച്ചിട്ട് ബീഫിൽ കടച്ചക്ക ഇട്ട് വെച്ചു. അയ്യോ ഇവിടെയൊക്കെ കുഴിഞ്ഞു പോകുന്നു, കണ്ടോ കടച്ചക്ക ഉണ്ടായി കിടക്കുന്നുണ്ട് കേട്ടോ അവിടെ ഇവിടെയും കണ്ടും. പക്ഷെ ഇതിൻ്റെ അപ്പുറത്തോട്ട് പോവാൻ സാധിക്കുന്നില്ല. പാമ്പാ പണ്ടാരം മേനകത്തോട് എന്നെ ഇങ്ങോട്ട് വിട്ടേക്കുന്നതാണ്. ഇവിടെ പാമ്പുണ്ടാവുന്ന പറയണ. ഇത് നെല്ലിക്കയുടെ മരമുണ്ട്. നിൽക്കട്ടോ എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണമെങ്കിൽ കുറച്ച് പാടാണ്. ഇവിടെ ഇങ്ങനെ പതന്നെ നടക്കണേ. സെറ്റായി കണ്ടോ, ഇവിടെ നെല്ലിമരമുണ്ട്. പക്ഷെ ഇവിടെ ഉണ്ടായിട്ടില്ല. അപ്പുറത്ത് പാപ്പൻ്റെയൊക്കെ വീട്ടിൽ നെല്ലിക്ക ഉണ്ടായിന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പം ഇവിടുത്തെ ഇതൊക്കെയാണിത്. വാഴ കൊലക്കാറായിട്ടുണ്ട്. ഇവിടെ കണ്ടോ കൊലക്കാറായി നിൽക്കുന്നുണ്ട് എവിടെയും കണ്ടൊക്കെ. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് ഇവിടെ. ജാതി മരമുണ്ട്. ജാതി ഉണ്ടായിട്ടില്ല, ചെറുതാണ്, ചെറിയ ജാതി മരമാണ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ഐറ്റംസ് ഇവിടുത്തെ. കണ്ട ഇവിടെ കുറേ പച്ചമുളക് വീഴാൻ പോയതാണ് ഗൈസ്. ഇവിടെ പച്ചമുളക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ കുറച്ച്. അപ്പുറത്ത് എവിടെയോ ഉണ്ടായിരുന്നു. ഇത് മുല്ലച്ചെടി ഉണ്ട്, മുല്ല കണ്ടോ മുളക്. ഇത് പിന്നെ ഇത് പേര ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതേ മൂടിയിട്ടേക്കണം, കണ്ടോ മൂടിയിട്ടേക്കണം. നല്ല വലിയ പേരൊക്കെയാണ്. പിന്നെ ഇവിടെ എങ്ങാണ്ട് ഉണ്ടായി പെണ്ണുണ്ട്, കണ്ടോ വൃത്തിയായിട്ട കൈ എൻ്റെ അനിയത്തിൻ്റെയാണ്. ഇതൊരു മഞ്ഞപ്പൂവാണ്, വാടിപ്പോയി. വാടിയല്ല, ഇതായി മഴ വന്ന്. ഇതെന്താണ് ആൻറ്റി? ഇത് പാവയ്ക്കാണ് ഗൈസ്. എവിടെ? അതേ കണ്ടോ മുന്നേ വലുതൊക്കെ ഉണ്ടായിട്ടോ, ഇപ്പം കുഞ്ഞത് ഉണ്ടാവുന്നുണ്ട്. പിന്നെന്താ, ഇതൊരു ചെടിയാണ് കേട്ടോ. അങ്ങനെയല്ല, ചെടിയല്ല ഗൈസ്, പൂവുണ്ടാവുന്ന ഒരു തരം ചെടിയാണ്.
ഞങ്ങൾ രണ്ടുപേരും കൂടിയ ഇങ്ങനെയാണ് ഗൈസ്. എല്ലാവരും ഞങ്ങളെ വിക്രമാദിത്യനും ഏതാണോന്നാണ് വിളിക്കുന്നത്. ഇത് ഇവിടുത്തെ പൊട്ടക്കിണറാണ്. എന്താണ് കോവക്ക. ഇത് കോവക്ക. അതെ കോവക്ക ഉണ്ടാവുന്നു കണ്ട. നീ കുറച്ചുണ്ടാവുന്നുണ്ടേ കണ്ടോ. ഇപ്പം ഇതാണ് അത്യാവശ്യം കാണിക്കാൻ പറ്റുന്നത്. മുളക് പോലെ ഉണ്ടാവും, എനിക്ക് അങ്ങനെയും തോന്നണം. പക്ഷെ ഇത് കോവക്കയാണ് ഗൈസ്. ഇവിടെ വേറെ ഒരു മരമുണ്ട്. ഇവിടെ തുളസി. കിളികളെ കൊണ്ട് വല്ലാത്ത ശല്യമാണ് ഗൈസ്. ഇങ്ങനെയായിട്ട് സാധനങ്ങൾ. ഇവിടെ ആയിരുന്നു മറ്റേ കുക്കുംബർ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അയ്യോ സോറി ഗൈസ്, എനിക്ക് കൈയറിയാതെ പെട്ടുപോയതാണ്. ഇവിടെ കേട്ടോ കുക്കുംബർ ഉണ്ടായിരുന്നത്. അതിൽ വലുതായത് പാകമായത് പറിച്ചു, ഇന്ന് പറിച്ചു, ഞാൻ കണ്ടില്ല. ഇതിപ്പോൾ കുഞ്ഞു പറഞ്ഞാൽ ഉണ്ടായി വരുന്നതാണ് കേട്ടോ. പിന്നെ ഇവിടെ തന്നെ കണ്ടോ പടവലം കണ്ടോ, പടവലം ഉണ്ടാവുന്നുണ്ട് കേട്ടോ. പടവലം അത്യാവശ്യം കുറേ. അയ്യോ എവിടെയടി കാണാൻ പറ്റുമോ? സോറി ഗൈസ്, എനിക്ക് കണ്ടാണത്തേണ്ടിയാണ്. അല്ലോ അത്യാവശ്യം കുറച്ച് ഉണ്ടാവുന്നുണ്ട്. ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. ഇതാണ് ഇപ്പോൾ കൂട്ടത്തിൽ വലുത്. പിന്നെ ഇവിടെ ഇപ്പം എനിക്ക് കേട്ടിട്ടുണ്ടാവില്ല, അത് പപ്പായ. അങ്ങനെ സംസാരിച്ചത് എൻ്റെ അനിയത്തിയാണ്, വേറെ ഒന്നുമില്ല. കച്ചാർ വാഴ കണ്ടോ, കച്ചാർ വാഴ. റംബൂട്ടാനുണ്ട്, എവിടെയൊന്നും എനിക്കറിയില്ല, അവിടെ എവിടെ എങ്ങാണ്ടും ഉണ്ട് ഗൈസ്. പിന്നെ ഇതാണ് കേട്ടോ കച്ചാർ വാഴ. ഇത് നമ്മുടെ പടവലത്തിൻ്റെ തൈ അങ്ങനെ ഇങ്ങോട്ട് പറത്തി വിടുന്ന ചേമ്പ്. ഇത് മേരിക്കുട്ടിയുടെ വീട്, ഇത് നിതീഷിൻ്റെ വീട്. മേരിക്കുട്ടിയുടെ വീട്ടിൽ കുറേ മാങ്ങയുണ്ട് ഗൈസ്. ഇവിടെ ഇല്ല, ഇതല്ലേ നെല്ലിക്ക മരം. ഈ നെല്ലിക്ക മരത്തിൽ, അതായത് ഈ മാവിൻ്റെ ഇപ്പുറത്തുള്ള ഈ നെല്ലിക്ക മരത്തിലാണ്, സോറി ഗൈസ് സൂം ചെയ്യാൻ പറ്റുന്നില്ല, ആ നെല്ലിക്ക മരത്തിലാണ് നെല്ലിക്ക ഉണ്ടായത്. ഹായ് ഗൈസ്, ഞാൻ നേരത്തെ വീഡിയോ എടുത്തിട്ട് നേരെ കിടന്ന് ഉറങ്ങിപ്പോയിട്ടോ. പിന്നെ എനിക്കൊന്നും എടുക്കാൻ പറ്റില്ല, ഒരു ഓർമ്മയില്ല, എവിടെയാണ് എന്താണെന്നൊന്നും ഓർമ്മയില്ലാതെ നേരെ അങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോയി. ഇപ്പോൾ എഴുന്നേറ്റതേ ഉള്ളൂ. ഇപ്പോൾ ഈ സമയം 1:30 അടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ എഴുന്നേറ്റിട്ടേ ഉള്ളൂ. ഞാൻ ഒറ്റയ്ക്കല്ല, എല്ലാവരും ഇവിടെയുള്ള എല്ലാവരും കിടന്നുറങ്ങി. വീട്ടിലാണെങ്കിലും ഉറങ്ങത്തില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഇന്നിപ്പോൾ വെളുപ്പിനെ എഴുന്നേറ്റതുകൊണ്ടായിരിക്കും കേട്ടോ, ഞാൻ പെട്ടെന്ന് അങ്ങ് ഉറങ്ങിപ്പോയി. ഫോൺ എടുത്തൊന്ന് നോക്കി, അപ്പം തന്നെ ഞാൻ ഉറങ്ങിപ്പോയി. അതുകൊണ്ട് ഫോൺ ചാർജായി, 100% ചാർജായിട്ടോ. ഫോൺ കുത്തിയിട്ടായിരുന്നു അനിയത്തി, അങ്ങനെ ഫോൺ ചാർജായി. എഴുന്നേറ്റതേ ഉള്ളൂ. ഇനിയിപ്പോൾ എന്തായാലും ലഞ്ച് കഴിക്കാനുള്ള ടൈം ആയപ്പോൾ ലഞ്ച് കഴിക്കണം. ലഞ്ച് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി എന്താ ചെയ്യാനുള്ളതൊന്നും അറിയില്ല. എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ഉണ്ടാവും, ഇല്ലെങ്കിലും ചിലപ്പോൾ ഉണ്ടാവില്ല. ഷേക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഷേക്ക് ഉണ്ടാക്കുന്നത് എന്തായാലും ഞാൻ കാണിച്ചു തരാം. അതിന് ശേഷം പിന്നെ എന്തൊക്കെയോ ചെയ്യാനുണ്ടെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെന്നാണെങ്കിൽ അത് കാണിച്ചു തരാം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കി എന്താണോ അടുത്തത് അത് നോക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ എന്തായാലും ലഞ്ച് കഴിക്കുന്ന ടൈമിൽ കാണിച്ചു തരാം കേട്ടോ. ഇതായിരുന്നു കേട്ടോ ഗൈസ് ലഞ്ച്. ബീഫും കടച്ചക്കയും കൂടി വെച്ചതായിരുന്നു കേട്ടോ. ഞാൻ കൂടുതൽ കടച്ചക്കയാണ് എടുത്തത്, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഹലോ ഗൈസ്, ഞാനിപ്പം ലഞ്ച് കഴിച്ച് കഴിഞ്ഞു കേട്ടോ. ലഞ്ച് കഴിച്ച് കഴിഞ്ഞ് ഇനി ഇരിക്കുകയാണേ. മഴക്കാരൊക്കെ ഉണ്ട് ചെറുതായിട്ട്, നല്ലൊരുവുണ്ട്. അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വലിക്കണേ. കണ്ടോ മഴക്കാരൻ കണ്ടോ, മഴക്കാരൊക്കെ ഉണ്ട്. ഞാൻ കറി ബീഫും കടച്ചക്കയും കൂടി ഇട്ടായിരുന്നു കേട്ടോ. ഇവിടെ കടച്ചക്കയുണ്ട്, ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നേരത്തെ ഒരു ക്ലിപ്പിൽ. കടച്ചക്ക പറിച്ചിരുന്നു ചേട്ടൻ വന്നപ്പം. അപ്പോൾ അതും ബീഫ് ഇട്ടിട്ടതായിരുന്നു. പക്ഷെ ഭയങ്കര എരിവായിരുന്നു കേട്ടോ, എനിക്ക് ഒട്ടും എരിവ് പറ്റില്ല. അതുകൊണ്ട് നല്ല എരിയുണ്ട്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ കറിക്ക്. പിന്നെ അതൊക്കെ ഉള്ളൂ. ഇനി കുറച്ച് കഴിയുമ്പോൾ സ്വീറ്റ് കോൺ വാങ്ങിയിട്ടുണ്ട്, അതൊന്ന് പുഴുങ്ങണം. ഇതൊക്കെ തന്നെ പരിപാടി. ഫുൾ തീറ്റാന്നൊക്കെ, അത്രയേ ഉള്ളൂ. അപ്പം ഇത് ഫുഡ് കഴിച്ചതിനുള്ള റെസ്റ്റാണ് ഗൈസ്. ഇതാണ് എൻ്റെ ഡേ ഇൻ മൈ ലൈഫിൽ മെയിനായിട്ട്. ഫുഡ് കഴിക്കുക, റെസ്റ്റ് എടുക്കുക, ഇതന്നെ പരിപാടി. പിന്നെ ഫുഡ് കഴിച്ചതിനുള്ള റെസ്റ്റാണ്. അത് കഴിഞ്ഞൊരു 3:30 ആകുമ്പോഴത്തേക്കും ലൈവ് പോകണം കേട്ടോ. ലൈവ് പോകണം, അതൊക്കെ തന്നെ പരിപാടി. അപ്പം ലൈവൊക്കെ പോകുമ്പോൾ അത് കാണിച്ചു തരാം. കഴിക്കാൻ പോകാൻ കേട്ടോ.
എൻ്റെ ഫേവറേറ്റ് സാധനമാണിത്, ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ഉണ്ട്, ഭയങ്കര ഇഷ്ടം കേട്ടോ. ഇത് കഴിച്ചിട്ടാണോ ലൈവൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ ഇത് കഴിക്കുന്നത്. ലൈവ് ചെയ്തപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി, എടുക്കാൻ പറ്റിയില്ല. ലൈവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. പിന്നെ അനിയത്തി ഉണ്ടായിരുന്നു, അവൾ പഠിക്കുകയായിരുന്നു, അപ്പോൾ അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ എന്തായാലും ഇത് കഴിച്ചിട്ട് കാണാം ഗൈസ്. ഇതിനി കഴിക്കാൻ പറ്റില്ല, കഴിച്ചിട്ട് കാണാം. ഇത് നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് ഷേക്ക് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. എല്ലാവരും കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ബിഗ് സോറി പറയാണ്, കാരണം വേറൊന്നും കൊണ്ടിട്ടല്ല. ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വീഡിയോ എടുത്തതിന് ശേഷം പിന്നെ ഞാൻ നൈറ്റ് ഫുഡ് കഴിച്ചതോ അങ്ങനെയുള്ള വീഡിയോസ് ഒന്നും എടുത്തില്ല. എനിക്കതൊന്നും എടുക്കാൻ ടൈം കിട്ടിയില്ല, വിട്ടുപോയിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. അപ്പം ജസ്റ്റ് ഒന്ന് പാൽ ആദ്യം ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു, കാരണം ഭയങ്കര കട്ടിയായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ചിലപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് ആദ്യമേ ഇട്ട് കഴിഞ്ഞാൽ അത് സെറ്റാവില്ല, അതുകൊണ്ട് പിന്നീടാണ് ഡ്രാഗൺ ഫ്രൂട്ട് ഇട്ടത് കേട്ടോ. എന്നിട്ടാണ് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് കാഷ്നട്ട് ഇട്ടു, കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതെൻ്റെ അനിയത്തിയുടെ റിങ് എല്ലാവരും നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആംഗിളിൽ നിന്ന് എടുത്തത്. അപ്പോൾ എല്ലാവരും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക, ഇത് എൻ്റെ അനിയത്തിയുടെ കൈയാണ്, അവളുടെ റിങ്ങാണ് കേട്ടോ. അപ്പോൾ എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി ഇടുന്ന വീഡിയോ ഏതാണെന്ന് സജസ്റ്റ് ചെയ്തോളൂ കേട്ടോ.